തൃശൂരിൽ പോലീസ് 4000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. ലാലൂരിലെ ഗോഡൌണിൽ നിന്നാണ് സ്പിരിറ്റ് കണ്ടെത്തിയത്. അതേസമയം ചാലക്കുടി പേട്ടയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 350 ലിറ്റർ സ്പിരിറ്റും പിടികൂടിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മനോജ ചേർന്നുണ്ട്. മനോജ, എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്? വിഷ്ണു, ചാലക്കുടി പോട്ടയിലാണ് കാറിൽ കടത്തുകയായിരുന്ന 350 ലിറ്റർ സ്പിരിറ്റ് ഉച്ചയോടുകൂടി പിടികൂടിയത്. ഇതിന്റെ തുടർ അന്വേഷണത്തിലാണ് ലാലൂരിലെ ഗോഡൌണിലേക്കും ഈ പരിശോധന എത്തിയത്. ഇതിൽ ഈരാറ്റുപേട്ട സ്വദേശി സച്ചു രാമകൃഷ്ണനാണ് ഈ പോട്ടയിൽ വെച്ച് പിടിയിലായത്. തുടർന്നാണ് ഈ സച്ചുവിനെ ചോദ്യം ചെയ്തപ്പോൾ ഈ എവിടെ നിന്നാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. ഇത് ലാലൂരിലെ ഒരു വീട്ടിൽ നിന്നായിരുന്നു. തുടർന്ന് ഈ ചാലക്കുടി പോലീസും അതോടൊപ്പം തന്നെ സിറ്റി പോലീസും കൂടെ ചേർന്നുകൊണ്ട് സംയുക്തമായി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് 4000 ലിറ്റർ ഈ സ്പിരിറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. കള്ള് ഷാപ്പുകളിലേക്ക് വേണ്ടി സൂക്ഷിച്ച സ്പിരിറ്റാണ് പിടികൂടിയിട്ടുള്ളത്. ഈ ഉച്ചയ്ക്കാണ് ഈ കാർ യാത്രക്കാരനെ പിടികൂടുന്നതും പിന്നീടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഈ ലാലൂരിലേക്ക് പോലീസ് എത്തുന്നതും. ഈ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് പാഴ്സൽ ഗോഡൌൺ എന്നാണ് ഈ വാടകയ്ക്കെടുത്ത ആൾ ഈ വീടിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ കൊലക്കേസ് പ്രതിയായിട്ടുള്ള വാടാനപ്പള്ളി സ്വദേശി മണികണ്ഠനാണ് ഈ വാടകയ്ക്കെടുത്ത് താമസിച്ചു പോന്നിരുന്നത്. വീടിനുള്ളിലെ ഒരു മുറിയിൽ നിന്നുമാണ് ഇത്തരം 4000 ലിറ്റർ സ്പിരിറ്റ് കണ്ടെത്തുന്നത്. തുടർന്ന് ഈ തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിവിധ കള്ള് ഷാപ്പുകളിലേക്ക് ഇവിടെ നിന്ന് സ്പിരിറ്റ് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കള്ളിന് വീര്യം കൂട്ടുവാൻ വേണ്ടി ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഈ സ്പിരിറ്റ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊലക്കേസ് പ്രതിയായിട്ടുള്ള മണികണ്ഠനെയും അതോടൊപ്പം തന്നെ സച്ചുവിനെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. കർണാടകയിൽ നിന്ന് സ്പിരിറ്റ് കേരളത്തിലേക്ക് കടത്തുന്ന സംഘം ഇതിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും തൃശൂർ സിറ്റി റൂറൽ പോലീസ് സംയുക്തമായി നടത്തിയിട്ടുള്ള അന്വേഷണമാണ് ഇത്തരത്തിൽ ഈ 350 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി അതിനുശേഷം 4000 ലിറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സ്പിരിറ്റ് വേട്ട തന്നെയാണ് നടന്നിരിക്കുന്നത്. വിഷ്ണു, മനോജാണ് വിവരങ്ങൾ നൽകിയത്.